ഇംഗ്ലീഷ് വാക്ക് ഏതായാലും പറഞ്ഞയുടനെ വാക്ക് തലതിരിച്ച് പറഞ്ഞ് ഞെട്ടിക്കുകയാണ് ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി PK മുഹമ്മദ്. ഇംഗ്ലീഷ് തലതിരിച്ചും പറയുമെങ്കിലും മുഹമ്മദിന്റെ മീഡിയം മലയാളമാണ് എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് വാക്കുകൾ തിരിച്ചു വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇതിനകം ഇടം നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. ഇംഗ്ലീഷ് മീഡിയത്തിലോ LKGയിലോ UKGയിലോ അങ്കണവാടിയിൽ പോലും പോകാതെയാണ് ചെക്കിക്കുളം രാധാകൃഷ്ണ UP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ മുഹമ്മദ് ചേർന്നത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കാണുന്ന ബോർഡുകളും പുസ്തകത്തിലെ വാക്കുകളും തിരിച്ചു വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാണ് ബന്ധുക്കളും അധ്യാപകരുമൊക്കെ മുഹമ്മദിന്റെ കഴിവുകൾ മനസ്സിലാക്കുന്നത്. ജവഹർലാൽ നെഹ്റു, നരേന്ദ്ര മോദി, രാഹുൽ ഗാന്ധി, ഇതിന ഗുൽഹർ, പിണറായി വിജയൻ, നൈജിബ് ഇനായറിബ്, അബ്ദുൽ കലാം, മാലക് ലുദുബ, അബൂബക്കർ സിദ്ദീഖ്, കേദിസ് റക്കബൂബ, ബാലകൃഷ്ണൻ, നഷീർ കിലാബ്, ഫാത്തിമത്ത് സഹറ ബത്തൂൽ, ലൂത്തബ് അർഹസ് അമിഹ്താഫ്, അമ്പിളി, ഇലിബുമ, അരുൺ കുമാർ, റാമുക് നുര, സൽമാൻ അൽ ഫാരിസ്, സിരാഫു നാംലസ്, ശ്രീലക്ഷ്മി, ഇമിഷ് കലീർസ്, ഫ്രാൻസിസ് ജോർജ്, ഇജ്റോ ജിസിസ്നർ, പ്രകാശൻ, നഹ്ഷാഗർ, അലക്സാണ്ടർ, റെഡിനാക്സലെ, ജനറേഷൻ, നൈഷാർ അനജ്, മാക്സിമം, മമിക്സാം, ഇമ്പോർട്ടന്റ്, ഡിനട്രോബമി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇതിനകം ഇടം നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. വീട്ടുകാരും അധ്യാപകരുമാണ് കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹനം തന്നതെന്നും 1ാം ക്ലാസ്സിലെ ടീച്ചറാണ് ഇംഗ്ലീഷിലെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചതെന്നും പഠിച്ച് നല്ലൊരു വക്കീലാകണമെന്നാണ് ആഗ്രഹമെന്നും മുഹമ്മദ് പറഞ്ഞു. എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നെ ഈ വീട്ടുകാർ ഉപ്പ, ഉമ്മ, ഉപ്പാപ്പ, ഇത്താത്ത എല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇപ്പം എനിക്കൊരു കേബ് കിട്ടി. അങ്ങനെ അതിനോട് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെ ഇപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പഠിച്ചിട്ട് നല്ല ഒരു അഡ്വക്കറ്റ് വക്കീലാകാനാണ് ആഗ്രഹം. ഞാൻ മദ്രസ പഠനം കഴിഞ്ഞപാട് സ്കൂളാണ് ചേർന്നത്. അങ്കണവാടിയോ LKGയോ UKGയോ പഠിച്ചിട്ടില്ല. 1ാം ക്ലാസ്സിൽ മലയാളം മീഡിയമാണ് ആദ്യം വെച്ച് പഠിച്ചത്. അതുവരെ ഇംഗ്ലീഷിലൊരു ബന്ധവുമില്ല. അനുശ്രീ ടീച്ചറാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് അക്ഷരമല്ലോ പഠിപ്പിച്ചിങ്ങനെ എടുത്തത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സിനിമാ താരം കുഞ്ഞികൃഷ്ണനും അടക്കം മുഹമ്മദിനെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു. നിരവധി അനുമോദനങ്ങളും ഇതിനകം മുഹമ്മദിനെ തേടിയെത്തിയിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡിനുള്ള മാർഗങ്ങൾ ആരായുകയാണിപ്പോൾ കുടുംബം. മുഹമ്മദ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്ന് സ്കൂളിലെ അധ്യാപികയായ V നിഷയും പ്രധാന അധ്യാപിക സജിതയും പറഞ്ഞു. അത് പിന്നെ ഇതിലാണോ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്ന് ചോദിച്ചു. അതാണ് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അത് ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ഇവരോട് ചോദിച്ചാൽ ഇവർ പറഞ്ഞ് പിന്നെ ഞാൻ പറയാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് കുറേ വാക്കുകളൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ക്ലാസ്സിലെ കുട്ടികളുടെ പേരെല്ലാം ചോദിച്ചു. അപ്പോൾ അതെല്ലാം ഞാൻ തലവെച്ച് പറയുന്നത്. എന്നിട്ട് പിന്നെ അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നോട്ടിൽ എഴുതി കറക്റ്റായിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് പറയുന്നത് ശരിയായിട്ട് ഞാൻ പറഞ്ഞത്. നമ്മുടെ മുഹമ്മദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏത് വാക്കും വേണമെങ്കിലും തലതിരിച്ച് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് കുറച്ച് വേഴ്സ് നമുക്ക് മുഹമ്മദോട് ചോദിക്കാം. മുഹമ്മദ് ബ്യൂട്ടിഫുൾ തലതിരിച്ച് പറയാൻ ഹോമോജീനിയസ് പാറാൽ പള്ളിക്ക് സമീപത്തെ മഷൂദ് സഖാഫി നജീബ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ്. ബദ്രിയ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ CK അബ്ദുൽ ഖാദർ ദാരിമിയുടെ മകളുടെ മകനുമാണ്. അബ്ദുള്ളയും അഹമ്മദ് യാസിനും സഹോദരങ്ങളാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ.